നമസ്കാരം. ചില ആൾക്കാരെ നമ്മൾ ജീവിതത്തിൽ സഹായിച്ചിട്ട് ആ സഹായിച്ച വ്യക്തി തന്നെ നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അത്തരത്തിലുള്ള സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച ഒരു പ്രവാസിയായ ഒരു മനുഷ്യൻ, അദ്ദേഹം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സാർ ഞാൻ വർഷങ്ങളായിട്ട് സ്വന്തം നാട്ടിൽ ഞാൻ പോയിട്ടില്ല, ഞാൻ നാട്ടിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അയാളൊരു നോർമൽ പ്രവാസിയായിട്ട് ഗൾഫിൽ കഴിഞ്ഞൊരു വ്യക്തിയാണ്. 1-2 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഗൾഫിലേക്ക് കൊണ്ടുവന്നു. വൈഫിനെ ജോലിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അയാളെ എന്തോ ഒരു ജോലിയിലൊക്കെ അവർ അത്യാവശ്യം നല്ലൊരു ജോലി തന്നെ അവർ കയറി. ഇതിങ്ങനെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ ഇവരുടെ നാട്ടിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ, ഈ പയ്യന് പ്രത്യേകം ജോലിയൊന്നുമില്ല. അപ്പോൾ ഈ പയ്യൻ ജോലിയില്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുവെന്ന് അയാളുടെ മാതാപിതാക്കൾ നാട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പം ഈ പയ്യനെ പോയി ഇവർ പോയി കാണുകയും ഇവൻ താമസിക്കുന്ന ചുറ്റുപാടൊന്നും അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇവരുടെ ഫ്ലാറ്റിലേക്ക് ഒരു മുറി ഒഴിഞ്ഞു കിടക്കുകയാണ്, അവിടെ താമസിക്കാമെന്ന് പറഞ്ഞ് അവനെ ആ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ആ പയ്യൻ ആ വീട്ടിലൊരു 8-9 മാസത്തോളം ഇവരുടെ കൂടെ കഴിഞ്ഞു. ഇതിനിടയിൽ ഇവനൊരു ജോലിയൊക്കെ ആയി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ജോലിയിലേക്കൊക്കെ അവൻ കയറി. അവരങ്ങനെ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു 1-1.5 വർഷം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയും ഭർത്താവും തമ്മിൽ ഭയങ്കര വഴക്കായി. എന്ത് പറഞ്ഞാലും വഴക്കാണ്. ഇവർ തമ്മിൽ യാതൊരുമായ സ്വചർച്ചയില്ല, ഇവർ തമ്മിൽ സംസാരിക്കത്തില്ല. സ്ത്രീ തന്നെ നാട്ടിൽ പോകുന്നു, അല്ലെ അയാൾ തന്നെ നാട്ടിൽ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയായി. ഇയാൾ പല രീതിയിലും ഇവരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിലും ഒരു രീതിയിലും ഇതിനോട് അഡ്ജസ്റ്റ് ആവുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു സുപ്രഭാതത്തിൽ സ്ത്രീ പറഞ്ഞു, എനിക്ക് ഡിവോഴ്സ് വേണം, എനിക്ക് താല്പര്യമില്ല നിങ്ങൾ ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. ഇയാൾ ആവുന്നത് പറഞ്ഞു നോക്കി, ഇയാളുടെ വീട്ടിലുള്ളവർ പറഞ്ഞു നോക്കി, ഇയാളുടെ കൂട്ടുകാരൊക്കെ സംസാരിച്ച് നോക്കി. സ്ത്രീ ഒരു രീതിയിൽ സമ്മതിക്കുന്നില്ല. അവസാനം അവർ നിർബന്ധ ബുദ്ധിയാൽ ഇവർ ഡിവോഴ്സ് മേടിച്ചെടുത്തു. അവർ ഗൾഫിൽ തന്നെ വേറൊരു ഫ്ലാറ്റിൽ താമസം തുടങ്ങി. ഏതാണ്ട് 1-1.5 മാസത്തിനുള്ളിൽ തന്നെ ഇവർ യൂറോപ്പ് എന്ന രാജ്യത്തേക്ക് ഇവർ മൈഗ്രേറ്റ് ചെയ്തു പോയി. അപ്പോൾ ഇവർ തമ്മിൽ ഈ താമസിക്കുന്ന സമയത്ത് തന്നെ ഇവർ ഇതിൻ്റെ പേപ്പർ വർക്കൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഇതിലെവിടെയാണ് ഒരു വലിയ വിഷമം ഉണ്ടായ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഈ യൂറോപ്പിലേക്ക് ഇവർ മൈഗ്രേറ്റ് ചെയ്ത് പോയ ശേഷം ഇവരുടെ ഈ ഫേസ്ബുക്കും മറ്റ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ പണ്ട് ഇയാൾ റൂമിൽ കൊണ്ടുവന്ന് താമസിച്ച പയ്യനുമായിട്ടുള്ള ഫോട്ടോസ് വന്നു തുടങ്ങി. ആ സമയമാണ് ഇയാൾ അറിയുന്നത് ഈ പയ്യനും ഏതാണ്ട് ഇതേ സമയം തന്നെ യൂറോപ്പിലോട്ട് പോയി എന്നുള്ളത്. പിന്നീട് പലരും അറിഞ്ഞ് മനസ്സിലാക്കി വെച്ചാൽ ഈ പയ്യൻ ഈ വീട്ടിൽ വന്ന് നിന്ന സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇവർ തമ്മിൽ അങ്ങ് ഇഷ്ടത്തിലായി. ഇഷ്ടത്തിലായെന്ന് മാത്രമല്ല, ഇവർ തമ്മിൽ പിരിയാൻ പറ്റാത്ത രീതിയിലൊരു ബന്ധത്തിലേക്ക് അങ്ങ് വഴിവിട്ടുപോയി. അതാണ് ഈ ഭർത്താവുമായിട്ടുള്ള, പിന്നെ ഭർത്താവ് ചെയ്യുന്ന എല്ലാം തെറ്റായിട്ട് ഈ പെണ്ണുങ്ങളിന് വരികയും അവരുമായിട്ടുള്ള അടിയാകുകയും ഇയാളുമായിട്ട് ഡിവോഴ്സായി പോവുകയും ചെയ്യും. ഈ വ്യക്തിക്ക് മക്കളും കാര്യങ്ങളൊന്നും ഇല്ല. ഇയാൾ അവരോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ നാട്ടിൽ പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു മനുഷ്യനെ പോലും ഫേസ് ചെയ്യാൻ വയ്യ. കാരണം ഇയാൾ ഒരാളെ സഹായിക്കാൻ പോയതാണ്. നാട്ടിൽ നിന്ന് വന്നൊരു പയ്യൻ ഏതോ ക്യാമ്പിൽ കിടന്നാണ്, അല്ലെങ്കിൽ ഏതോ ഒരു ഹോസ്റ്റലിൽ കിടന്നൊരു പയ്യനെ കൊണ്ടുവന്ന് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വന്തം വീട്ടിൽ കൊണ്ട് നിർത്തുകയാണ്. അത് അവന് സ്വന്തം ഭാര്യ അടിച്ചുകൊണ്ട് പോയെന്ന് പറയുമ്പോൾ അയാൾക്കത് മറ്റൊരാളുടെ മുന്നിൽ അത് പറയാനൊരു മടി, അല്ലെങ്കിൽ മറ്റാൾക്കാരെ അത് ഫേസ് ചെയ്യാനും മടി. എല്ലാവർക്കും അറിയാം, നാട്ടിലെല്ലാം ഈ സംഭവം പാട്ടായി അങ്ങനെയൊക്കെ ആയിപ്പോയി. അയാൾക്കത് നാട്ടിലോട്ട് പോകാൻ പോയതിൻ്റെ എത്രയോ വർഷമായിട്ട് നാട്ടിൽ പോകാൻ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഒരാളെ സഹായിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സഹായത്തിന് അപ്പുറത്തോട്ട് അവർക്കൊരു ആത്മാർത്ഥത ഉണ്ടാകണമെന്നില്ല ആൾക്കാർക്ക്. അപ്പം ഈ ഒരു രീതി മാത്രമല്ല, സാമ്പത്തികപരമായിട്ട് ചിലപ്പോൾ നഷ്ടങ്ങളുണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ മാനസികമായിട്ട് നഷ്ടങ്ങളുണ്ടാക്കാം. കാരണം പല ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരെ സഹായിക്കണം എന്നുള്ളതല്ല, സഹായത്തിന് ഒരു ലിമിറ്റ് വെക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് തന്നെ നഷ്ടം ഉണ്ടാകുന്നിരിക്കും. താങ്ക് യു.